is so right into the strap and സുന്ദരം എന്ന തിരുവചനം ഹൃദയത്തിൽ കാത്ത് ഭാരതം മുഴുവൻ കഷ്ടതകൾ സന്തോഷത്തോടെ സഹിക്കുവാനും സന്മനസ്സുള്ള ധാരാളം യുവതി യുവാക്കന്മാരെ അങ്ങയുടെ പ്രേക്ഷിത വയലുകളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിലെ അംഗങ്ങൾ എല്ലാവരും ജീവിത സാക്ഷ്യത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ ഇടയാക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും വിശുദ്ധാത്മാവും ഈ പ്രേക്ഷിത വർഷത്തിൽ ഞങ്ങളെ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഇതിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണുപോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു, ഒരുവൻ വയലിൽ നല്ല നിലത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ. ഗോതമ്പ് എന്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ ആത്മാവില്ലാതാകുമ്പോൾ അമ്മേ അമ്മേ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവരെ ഞാൻ ആരാധിക്കായി. അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ മനസ്സിൽ ഭാരം കൂടുമ്പോൾ അമ്മേ അമ്മേ തായേ മനസ്സിൽ ഭാരം കൂടുമ്പോൾ ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ ഭവനങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എപ്പോഴും എപ്പോഴും സ്വീകരിക്കട്ടെ. എപ്പോഴും എപ്പോഴും Yeah.
നമ്മള് നവംബർ 1 സകല വിശുദ്ധരുടെ പെരുന്നാളാണ്. അത് നാളെയാണ്. നവംബർ 2 സകല മരിച്ചവരുടെയും തിരുനാളാണ്. ഓർമ്മ ദിവസം തിരുനാൾ, ഓർമ്മ ദിവസം. നമ്മള് ഇവിടെ മുരാടി നമ്മുടെ ഇവിടെയുള്ള സെമിത്തേരിയില് 2 മണിക്ക് വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാന അവിടുത്തെ കുടിമാടങ്ങളൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഈ ബുധനാഴ്ച വൈകിട്ട് 6 മണി. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് സെമിത്തേരി വെച്ച് കുർബാനയും നമ്മുടെ കാരണന്മാര് നമ്മുടെ ബന്ധുക്കളൊക്കെ നാട്ടിലാണ്. അവരെ ഓർത്ത് ഇവിടെ കുർബാനയിൽ പങ്കെടുക്കാം കേട്ടോ.
छोटा 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 सा ले लो, छोटा सा ले लिया काली पेटी पूरी ले लिया कपड़ा पहना दिया था, कपड़ा पहना दिया था ഞാനല്ല പിന്നെ ആരാ ഞാനല്ല മണി 9 ദൈവമേ അതിനെന്ത് ചെയ്യും അത് ചവിട്ടാ ചവിട്ടാ മതി അടി പഠിക്കണേ എന്നാലും ഇത് छोटा सा ले लो उधर जाओ ओके पापा जा रहा हूँ കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ നിന്ദകൾ മാറി നല്ല ദിനം എന്ന് കാണുമോ നിന്ദകൾ മാറി നല്ല ദിനം ഇന്നു കാണുമോ കണ്ണുനീർ മാറി വേദനകൾ ഇന്നു മാറുമോ നിന്ദകൾ മാറി നല്ല ദിനം ഇന്നു കാണുമോ നിന്ദകൾ മാറി നല്ല ദിനം ഇന്നു കാണുമോ ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനേ തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനേ കണ്ണുനീർ മാറി വേദനകൾ ഇന്നു മാറുമോ നിന്ദകൾ മാറി നല്ല ദിനം ഇന്നു കാണുമോ നിന്ദകൾ മാറി നല്ല ദിനം ഇന്നു കാണുമോ ശാശ്വതമാമൻ പാർപ്പിടമോ അല്ലീ ഭൂമിയിൽ ശാശ്വതമാമൻ പാർപ്പിടമോ അല്ലീ ഭൂമിയിൽ ഭൂതലേ ഞാനൊരു അന്യല്ലോ യാത്ര ചെയ്യുവോ ഭൂതലേ ഞാനൊരു